നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ നടന്ന ജിഹാദി ഭീകരാക്രമണം പ്രേക്ഷകർക്കൊക്കെ ഓർമ്മയിലുണ്ടാവും. 269 ജീവനുകളെടുത്ത, അതിൽ വിദേശികൾ ഉൾപ്പെടെയുള്ള ജീവനുകളുണ്ടായിരുന്നു. ഈസ്റ്റർ പ്രാർത്ഥനയിൽ ക്രിസ്ത്യൻ പള്ളികൾക്കുള്ളിൽ പങ്കെടുക്കുകയായിരുന്ന 269 ജീവനുകളെടുത്ത ജിഹാദികളുടെ ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് വിചാരണകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില കേസുകളിൽ, അതുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഇപ്പോൾ ശ്രീലങ്കയിൽ കോടതികൾ വിധികൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ആ വിധികളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു ചരിത്രം വളച്ചൊടിക്കൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. 1-2 വ്യക്തികളായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ആ ഏത് കേസിൻ്റെ ഏത് വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ചരിത്രം വളച്ചൊടിക്കൽ തുടങ്ങിയിരിക്കുന്നതെന്ന് സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കിയിട്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിധി അനുസരിച്ച് ശ്രീലങ്കയിലെ മുൻ പോലീസ് മേധാവി പൂജിത് ജയസുന്ദര, മുൻ പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി ഹെമസിരി ഫെർണാണ്ടോയ്ക്കും ഇരുവർക്കും ശ്രീലങ്കൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ജിഹാദി വെള്ളപൂശലുകാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്ന പ്രധാന ആരോപണം, അതിലുള്ള ഒരു ആരോപണത്തിൽ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ശ്രീലങ്കയിൽ 280 ക്രിസ്തുമത വിശ്വാസികളുടെ മരണത്തിനിടയാക്കിയ ഈസ്റ്റർ ബോംബ് സ്ഫോടനത്തിൽ കുറ്റവാളികളായ ശ്രീലങ്കൻ സംഘിയും മുൻ പോലീസ് മേധാവിയുമായ പൂജിത് ജയസുന്ദര, പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറിയും ക്രിസംഖിയുമായ ഹേമസിരി ഫെർണാണ്ടോയെയും കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ശങ്കരൻ വക്കീലും ജയശങ്കർ വക്കീലിനെയാണ് ഉദ്ദേശിക്കുന്നത്. രവിചന്ദ്രൻ യുക്തിവാദി രവിചന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. സംഘികളും മുസ്ലിങ്ങളെ പ്രതിയാക്കിയ കേസാണിത്. കേട്ടല്ലോ, ഇതാണ് ചരിത്രം വളച്ചൊടിക്കൽ എന്ന് പറയുന്നത്. ഇനി പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒരു കാര്യം പറയാം. ഈ സംഭവം സത്യമാണ്. മുൻ പോലീസ് മേധാവിയായ പൂജിത് ജയസുന്ദര, മുൻ പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി ഹെമസിരി ഫെർണാണ്ടോ, ഇവരെ രണ്ടുപേരെയും വധശിക്ഷയ്ക്ക് ശ്രീലങ്കൻ കോടതി വിധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ അവരവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വരുത്തിയത് കൊണ്ടാണ്. അതായത് ഈ ഭീകരാക്രമണം നടത്തുന്നതിൽ നിന്ന് ജിഹാദികളെ തടയുന്നതിൽ പരാജയപ്പെട്ടതിന് കൊണ്ട് 269 ജീവനുകൾ, ഈ ജിഹാദി പറഞ്ഞതുപോലെ, ആ സ്ക്രീൻഷോട്ട് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം, അതൊന്ന് കണ്ടു നോക്കൂ. ഈ ജിഹാദി പറഞ്ഞതുപോലെ 280 അല്ല 269 ജീവനുകൾ, അതും വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവനുകൾ നഷ്ടപ്പെട്ട ജിഹാദി ഭീകരാക്രമണത്തെ തടയുന്നതിൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പരാജയപ്പെട്ടതിൻ്റെ പുറത്താണ് അവർക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി യഥാർത്ഥ ഭീകരാക്രമണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ അന്വേഷണ ഏജൻസികൾ 25 വ്യക്തികളെ പിടികൂടിയിട്ടുണ്ട്. 25 നല്ല 916 ജിഹാദികളെ പിടികൂടിയിട്ടുണ്ട്. ഒരു സംഘടനയും അതിൻ്റെ പേരിൽ തന്നെ ആരോപിതരായി തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയും ആളുകളെ പിടിക്കാനുണ്ട്. ഏതാണ്ട് 23,000 ചാർജുകളാണ്, അതായത് കുറ്റങ്ങളാണ് ഇവരുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. 3 പേർ ആണിതിൽ പ്രധാനം. ഇൻഷാഫ്, ഇലാഹിം ഇബ്രാഹിം എന്നിവരായിരുന്നു ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ. അതിൽ അവരുടെ പിതാവായ YM ഇബ്രാഹിം ആണ് ഇപ്പോൾ പ്രധാന കുറ്റാരോപിതൻ. കാരണം അയാൾക്കും ഈ ആസൂത്രണത്തിൽ പങ്കുണ്ടായിരുന്നു. അയാളുടെ മക്കളാണ് ഈ ഭീകരാക്രമണത്തിന് ചാവേറുകളായി പ്രവർത്തിച്ചത്. ഇൻഷാഫ് ഇബ്രാഹിമും ഇലാഹിം ഇബ്രാഹിമും. ഇവരുടെയെല്ലാം കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 ചാവേറാക്രമണങ്ങളാണ് നടന്നത്. ഇതിൽ പ്രധാനികൾ, ഈ പ്രധാന ആക്രമണങ്ങൾ നടത്തിയ സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിച്ച ഹോറിഫൈഡ് ആയിട്ടുള്ള ജിഹാദികളായിരുന്നു ഇൻഷാഫും ഇലാഹിം, ഈ YM ഇബ്രാഹിമിൻ്റെ മക്കൾ. ഈ YM ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരു ശ്രീലങ്കൻ പൗരൻ തന്നെയാണ്. ഇവരെല്ലാവരും നാഷണൽ തൗഹീദ് ജമാഅത്ത് NTJ എന്ന ജിഹാദി സംഘടനയിലെ പ്രമുഖ അംഗങ്ങളായിരുന്നു. ഈ YM ഇബ്രാഹിം അതിൻ്റെ ഒരു പരമോന്നത നേതാക്കളിൽ ഒരാളും. YM ഇബ്രാഹിമിനെ കൂടാതെ ഏതാണ്ട് 23 ജിഹാദികളെ ഈ ചാവേർ ആക്രമണം ആസൂത്രണം ചെയ്തതിനും അതിനുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതിനും സാമ്പത്തിക സഹായം നൽകിയതിനും ഈ ആസൂത്രണത്തിൽ പങ്കെടുത്തതിനും വാഹനങ്ങൾ നൽകിയതിനും ഒക്കെയായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വിചാരണകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് മേധാവിയായ പൂജിത് ജയസുന്ദര, ഹെമസിരി ഫെർണാണ്ടോ ആഭ്യന്തര മന്ത്രാലയം സെക്രട്ടറി, മുൻ
പോലീസ് മേധാവിയും മുൻ ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി ആയിരുന്നവർക്ക് വധശിക്ഷ വിധിച്ചത് കൃത്യനിർവഹണത്തിലെ പരാജയത്തിൻ്റെ പേരിലാണ്. ഒരു അല്പം കടന്ന കൈയാണ്. എന്നിരുന്നാൽ പോലും കൃത്യമായിട്ടുള്ള കൃത്യനിർവഹണത്തിലൂടെ ഈ ജിഹാദികളെ തടയാൻ സാധിക്കുമായിരുന്നെങ്കിൽ, അതിൽ പരാജയപ്പെട്ടെങ്കിൽ കുറ്റം പറയുവാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള നിയമങ്ങൾ ഭാരതത്തിലും വേണം. ചില എന്താ പറയുക, ചീഞ്ഞ ആപ്പിളുകൾ എല്ലാ കൂടയിലും ഉള്ളതുപോലെ മുംബൈ ഭീകരാക്രമണത്തിൽ ഉൾപ്പെടെ പ്രതലത്തിൽ സഹായം ചെയ്തിട്ടുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളിൽ തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഭാരതത്തിലുമുണ്ട്. അത്തരത്തിലുള്ളവരെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു നിയമം ഭാരതത്തിലുമുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. ഇനി നമ്മുടെ പ്രധാന വിഷയം ഈ വളച്ചൊടിക്കലാണ്. പറഞ്ഞല്ലോ, സംഘികളുടെയും പുജിത് ജയസുന്ദര സംഘിയാണ്, ഹെമിസാരെ ഫെർണാണ്ടോ ക്രിസംഘിയാണ്. തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ളൊരു ആഖ്യാനം സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങി. അപ്പോൾ ചോദിക്കും, ഇതൊരൊറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പോസ്റ്റല്ലേ? വല്ലവരുമൊക്കെ തെന്നിത്തെറിച്ച് അഭിപ്രായം പറയുന്നതിന് എന്തിനാണ് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കേണ്ട കാര്യമുണ്ട്. കാരണം ചരിത്രം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മലേഗാവ് സ്ഫോടനം, സംജോത്ത എക്സ്പ്രസ് സ്ഫോടനം, ഈ രണ്ട് കേസുകളിലും ഹിന്ദുത്വ ഭീകരവാദം എന്നുള്ളൊരു ആഖ്യാനം മുന്നോട്ട് വയ്ക്കുവാൻ ശ്രമിച്ച് സംജോത്ത എക്സ്പ്രസ് സ്ഫോടനത്തിൽ സ്വാമി അസീമാനന്ദയെ പ്രതിയാക്കുവാൻ ശ്രമിച്ചു. മലേഗാവ് സ്ഫോടനത്തിൽ കേണൽ പുരോഹിതിനെയും സാദി പ്രഗ്യയെയും പ്രതികളാക്കുവാൻ ശ്രമിച്ചു. എല്ലാം കോടതികളിൽ പരാജയപ്പെട്ടു. പക്ഷെ നീണ്ട കാലത്തേക്ക് ഇത്തരത്തിലുള്ള ഹിന്ദുത്വ ഭീകരവാദം നിലനിൽക്കുന്നു എന്നുള്ളൊരു ആഖ്യാനം വളരെ സമർത്ഥമായി തന്നെ അവർ സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഈ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരമൊരാശയം മുന്നോട്ട് വയ്ക്കും. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും പ്രചാരത്തിലില്ലാത്ത കാലമായിരുന്നതുകൊണ്ട് പത്രങ്ങളിലൂടെ ഒരു മൃദുവായിട്ടുള്ള ആഖ്യാനങ്ങൾ അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ, ഹിന്ദുത്വ ഭീകരവാദം, ഒടുവിൽ ഒരു പുസ്തകം തന്നെ ഇറക്കുന്നു. 26/11 ആൻഡ് സാഫ്രോൺ ടെറർ, അല്ലെങ്കിൽ RSS കി സാദിഷ്. മുംബൈ ഭീകരാക്രമണം RSSൻ്റെ ഗൂഢാലോചനയാണെന്ന് ഏതെങ്കിലും ഒരു ജിഹാദി എഴുതുന്ന പുസ്തകം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, ഇക്കാര്യത്തിൽ ദിഗ്വിജയ് സിംഗ്, ഈ ജിഹാദികളെ പിന്തുണയ്ക്കുന്ന മനോഭാവമുള്ള ബോളിവുഡ് സെലിബ്രിറ്റികളുടെ സാന്നിധ്യത്തിൽ പുസ്തകം പ്രസിദ്ധീകരിക്കും. ഹിന്ദുത്വ ഭീകരവാദം എന്നുള്ള ആഖ്യാനം രാഹുൽ ഗാന്ധി ഹാർവാർഡിലും കേംബ്രിഡ്ജിലുമൊക്കെ പോയി ഉരുക്കഴിക്കുകയും ചെയ്യും. അത്തരത്തിലാണ് ഈ ആഖ്യാനം അന്ന് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. അതിനെ ഏറ്റെടുക്കുവാൻ ജിഹാദികൾ എപ്പോഴും തയ്യാറായിരിക്കും. എവിടെ എന്ത് വാദം നടന്നാലും അവർ ഈ രാഹുൽ ഗാന്ധിയും ദിഗ്വിജയ് സിംഗിനെയുമൊക്കെ ഉദ്ധരിച്ച് ഹിന്ദുത്വ ഭീകരവാദം എന്നുള്ള വാദവുമായി വരും. ജിഹാദികൾ ഇത്തരത്തിൽ ചരിത്രം വളച്ചൊടിക്കുന്ന കാര്യത്തിൽ വിദഗ്ധരാണ് എന്നുള്ളത് കാലാകാലങ്ങളായി നാം കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനിലെ ജിഹാദികൾ 7 റാഫേൽ 8 റാഫേൽ എന്ന് ഒരു ആഖ്യാനം സൃഷ്ടിച്ചു. ഇവിടെ ജിഹാദികളുടെ വായ്പാട്ടുകാരനായിട്ടുള്ള രാഹുൽ ഗാന്ധി അത് ഏറ്റെടുത്ത് പാടി നടന്നു. അതും നാം കണ്ടതാണ്. ചരിത്രത്തിൽ നാം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മലബാർ ഹിന്ദു കൂട്ടക്കൊല, 1921 മലബാർ ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി ആയിരുന്ന ജിഹാദികളെയെല്ലാം വെള്ളപൂശി സ്വാതന്ത്ര്യ സമര സേനാനികളാക്കിയ ആഖ്യാനം വരെ ഇത്തരത്തിലുള്ള ആഖ്യാന സൃഷ്ടികളുടെ ഒരു പൂർവിക രൂപമാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഒരു ക്രിമിനലായിരുന്നു. അയാളുടെ വാപ്പമാരെയോ ഒക്കെ ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നും അയാളുടെ പിൻതലമുറക്കാർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയണം. വാര്യംകുന്നൻ്റെ അവസാനത്തെ ഭാര്യ അമ്മു ഏതോ ഒരു ഹാജിയുടെ മകളാണ്. അന്നത്തെ അമ്മു എന്ന് ഇസ്ലാമിക കുടുംബങ്ങളിൽ പേരിടും. വലിയ തറവാടി കുടുംബമാണെന്ന് കാണിക്കാൻ വേണ്ടി. ഞങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് മതം മാറിയ ബ്രാഹ്മണരാണെന്ന് കാണിക്കാൻ വേണ്ടി അമ്മു എന്ന 3-ാമത്തെയോ 4-ാമത്തെയോ ഭാര്യയെ കൊണ്ട് ഒളിച്ചോടിയ വാര്യംകുന്നൻ്റെ അനുജൻ്റെ പിൻതലമുറയാണ് ഇപ്പോഴുള്ള പിൻതലമുറക്കാർ. അതുകൊണ്ട് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇവരെല്ലാം ഇന്ന് വാര്യംകുന്നനെ ഇല്ലാത്ത പടമൊക്കെ, വാര്യംകുന്നൻ്റെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന റമീസ് മുഹമ്മദ് എന്നൊരു വ്യാജ ചരിത്രകാരനുണ്ട്. അയാൾ ജോർജ് പഞ്ചമൻ്റെ ഒരു അവിഹിത സന്താനം പോലെ വരച്ചു വെച്ചിരിക്കുന്ന വാര്യംകുന്നൻ്റെ ഒരു പടവും പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു മസിൽ പെരുക്കിയ ബോഡിയും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ പലതും എ മാൻ ഹൂ വുഡ് ബി കിങ് എന്നൊരു പുസ്തകവുമൊക്കെ എഴുതി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒരുപോലെ സ്വാധീനിച്ച് വാര്യംകുന്നനെയും ആലി മുസ്ലിയാരെയും എല്ലാം ഇത്തരം ജിഹാദികളെയെല്ലാം സ്വാതന്ത്ര്യ സമരസേനാനികളാക്കി കേരളത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു കഴിഞ്ഞിരുന്നു. 1921 എന്നൊരു ചിത്രം തന്നെ
നിർമ്മിക്കപ്പെട്ടത് IV ശശിയെ പോലെ പ്രഗത്ഭനായൊരു സംവിധായകൻ്റെ മേൽനോട്ടത്തിൽ ടി ദാമോദരൻ മാഷെ പോലെ സ്വതവേ ഒരു സന്തുലിതാവസ്ഥയിൽ തിരക്കഥ എഴുതണം, ഏത് വിഷയത്തെക്കുറിച്ചായാലും എന്ന് വാശിയുള്ള തിരക്കഥാകൃത്തിനെ കൊണ്ടുവന്ന് കാശ് കൊണ്ടവരുടെ വായും കണ്ണുമെല്ലാം മൂടി ഒരാഖ്യാനം സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമവും നടന്നിരുന്നു. ചരിത്രപരമായ വസ്തുത ആ ചിത്രം സാമ്പത്തികമായിട്ട് വലിയ ഗുണമൊന്നും നിർമ്മാതാവിന് ഉണ്ടാക്കി കൊടുത്തില്ല. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള നേട്ടമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള ചരിത്രാഖ്യാന സൃഷ്ടികളായിരുന്നു. ആ ചരിത്രാഖ്യാന സൃഷ്ടികളുടെ പൂർവീക രൂപങ്ങൾ പറഞ്ഞു. 1921 മുതൽ മുംബൈ ഭീകരാക്രമണം വരെ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി അതിൻ്റെ ഒരു രൂപമൊന്നും മാറി. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പഴയ ഒരു മികവ് തന്നെ പുലർത്തുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ കാര്യം തന്നെ എടുക്കുക. ഇത്തരത്തിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതാരും അധികം ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ അതങ്ങ് ഏറ്റെടുത്ത് അതിനെ വളർത്തി മറ്റുള്ളവർ പല ആഖ്യാനങ്ങൾ ചമച്ച് ഈ പുജിത് ജയസുന്ദര 10 തവണ നമ്മുടെ നാഗ്പൂരിൽ വന്നു പോയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു തവണ ഭാരതത്തിൽ വന്നതിൻ്റെ ചിത്രമെടുത്തൊരു വ്യാജ പ്രചരണം അങ്ങ് നടത്തും, അല്ലെങ്കിൽ ഒരു AI വീഡിയോ അങ്ങ് ഇറക്കും. AI വീഡിയോ ഇറക്കി അതിനെ ഒരു 10,000-കണക്കിന് ആളുകൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫേക്കാണെന്ന് കണ്ടുപിടിക്കപ്പെടുകയും അതങ്ങ് ഈ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ അപ്പോഴേക്കും ആ പ്രചാരണം അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചിരിക്കും. ആ പ്രചാരണത്തിലുള്ള അവരുടെ ഉദ്ദേശം ആ വീഡിയോ പൂർത്തീകരിച്ചിരിക്കും. അതിനപ്പുറത്തേക്കും ഇത്തരത്തിലുള്ള പോസ്റ്റുകളും AI വീഡിയോകളും അല്ലെങ്കിൽ വ്യാജ ചിത്രങ്ങളും ഒക്കെയായി അവർ ഈ ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ പൂജിത് ജയസുന്ദരെ സംഖ്യയാക്കുന്നതും എമിസാര ഫെർണോണ്ടയെ കൃസംഖ്യയാക്കുന്നതും. കാരണം ഇപ്പോൾ ഭാരതത്തിൽ അവർക്കൊരു കാര്യം നല്ല വ്യക്തമായിട്ടറിയാം. ഇപ്പോൾ തന്നെ ഒരു വിവാദം നടക്കുന്നുണ്ട്. 1921 RSSൻ്റെ രൂപീകരണത്തിനൊരു കാരണമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്, ഏക കാരണവും അത് തന്നെയാണ്. ഹിന്ദു വംശഹത്യക്കെതിരെ ഉണ്ടായി വന്നൊരു സംഘടന തന്നെയാണ് RSS. RSSൻ്റെ ഒരു രൂപീകരണ സമ്മേളനത്തിലോ അല്ലെങ്കിൽ ശാഖകളിലോ ബൈഠക്കുകളിലോ ഒന്നും ഇത് കാര്യമായി ചർച്ച ചെയ്യപ്പെടാറില്ല, പറയാറുമില്ല. പക്ഷേ ആത്യന്തികമായി ഓരോ സംഘപ്രവർത്തകനും അറിയാവുന്നൊരു കാര്യമാണ് 1921 മലബാറിൽ ഏറനാട് പ്രദേശത്ത് നടന്ന ജിഹാദികളാൽ നടത്തപ്പെട്ട ഹിന്ദു കൂട്ടക്കൊല തന്നെയാണ് ഹൈന്ദവ സംഘടന, ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനായി ഒരു സംഘടനയുടെ ആവശ്യം എഡ്ഗേവർജിയെ ബോധ്യപ്പെടുത്തിയതും RSSൻ്റെ രൂപീകരണത്തിലേക്ക് അത് എത്തിച്ചതും. അതുകൊണ്ട് തന്നെ RSS അവരുടെ ശത്രുവാണെന്നുള്ള കാര്യത്തിൽ ജിഹാദികൾക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പുതിയൊരു ശത്രു കൂടി അവർക്കുണ്ടായി വന്നിട്ടുണ്ട്. RSSനെ അനുകൂലിക്കുന്ന ക്രിസ്ത്യാനികൾ, അവരെ വിളിക്കുന്ന പേരാണ് കൃസംഖി. ഒരുപക്ഷെ RSSലെ സംഘപരിവാർ പ്രവർത്തകരെക്കാൾ അവർ കേരളത്തിൽ ഭയപ്പെടുന്നത് കൃസംഖികളെ ആയിരിക്കാം. കാരണം ക്രിസ്ത്യൻ വോട്ട് അവരുടെ അത്രയും ഇല്ലെങ്കിൽ ഒരു കാലത്ത് അവരെക്കാളും സംഘടിതമായിരുന്നു. ഈ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മുസ്ലിങ്ങളെക്കാൾ സംഘടിതരായിരുന്നു ക്രിസ്ത്യാനികൾ. പക്ഷേ ഇന്ന് അത്രയുമല്ല. എന്നിരുന്നാൽ പോലും അവരുടെ സംഘടനാശക്തി അവർക്കറിയാം. ഒരു സംഘടിതമായിട്ടുള്ളൊരു സമ്മതിദാനാവകാശം ആയിട്ട് അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്കായിട്ട് അവർക്ക് മാറുവാനുള്ള ശക്തി ജിഹാദികൾക്ക് നല്ലതുപോലെ അറിയാം. കാരണം ആ സംഘടിത സമ്മതിദാനാവകാശത്തിൻ്റെ കാർഡ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് അവർ പല കാര്യങ്ങളും നടത്തുന്നത്. ക്രിസ്ത്യാനികളും അത്തരത്തിലൊരു ശക്തി ആയി വളർന്നു വരികയും RSSനെ അവർ പിന്താങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ജിഹാദികളുടെ വേരറ്റ് പോകും കേരളത്തിൽ എന്നുള്ള ഭയം അവർക്കുണ്ട്. അതൊരു യാഥാർത്ഥ്യബോധമുള്ള ഭയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃസംഖികളെ, അവർ പറയുന്ന കൃസംഖികളെ, അവർ പ്രത്യേകിച്ച് കാസ പോലുള്ള സംഘടനകളെ അവർ കാര്യമായിട്ട് ആക്രമിക്കും. എന്ത് വ്യാജ പ്രചരണവും അവരതിന് വേണ്ടിയിട്ട് നടത്തും. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. ഓട്ടപ്രദർശനത്തിൽ നിന്ന് ഇത്രയും ചെറിയൊരു വിഷയം ആണ് എടുത്തത് എന്ന് പ്രേക്ഷകർക്ക് തോന്നരുത്. കാരണം ഇതൊരു തുടക്കമാണ്, ഇതൊരു തീപ്പൊരി വീണതാണ്. ഇനി അതൊരു വലിയ സ്ഫോടനത്തിലേക്ക്, ഒരു വ്യാജ പ്രചരണങ്ങളുടെ ഒരു സ്ഫോടനത്തിലേക്ക് പോകുവാനിരിക്കുന്നതേ ഉള്ളൂ. മുളയിലെ അത് നുള്ളാൻ വേണ്ടിയാണ് ഇന്ന് ഈ വിഷയം കയ്യിലെടുത്തത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.